മക്കളെ, എല്ലാവർക്കും സൈലത്തിൻ്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മാധവിക്കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കഥകളിലൊന്നാണ് അമ്മ എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. അപ്പോൾ അമ്മ എന്ന് പറയുന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ടീച്ചർ പറയുന്നത്. അപ്പോൾ എന്താണ് അമ്മ എന്ന് പറയുന്ന പാഠഭാഗം, എന്തൊക്കെയാണ് ഇതിനകത്തുനിന്ന് ചോദ്യങ്ങൾ വരിക എന്നൊക്കെ നമുക്കറിയണ്ടേ. അപ്പോൾ ഇതൊരു കഥയാണ് എന്ന് മനസ്സിലാക്കുക. മാധവിക്കുട്ടി മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട എഴുത്തുകാരികളിൽ ഒരാളാണ്. അപ്പോൾ ഭാഷയുടെ വളരെ മനോഹരമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കുന്ന ഒരു എഴുത്തുകാരിയാണ്. വളരെ തുറന്നിട്ട് അല്ലേ, ഒരു എന്താ പറയുക, എഴുത്ത് രീതി എന്നൊക്കെ പറയാം നമുക്ക്. അതായത് വളരെ ജീവിതത്തെക്കുറിച്ച് അത്രയും എന്താ പറയുക, ധൈര്യത്തോടു കൂടെ അല്ലേ തുറന്നെഴുതിയ ഒരു എഴുത്തുകാരിയാണ്. സ്നേഹത്തെക്കുറിച്ച് അല്ലെ, ജീവിതത്തെക്കുറിച്ച്, സങ്കല്പങ്ങളെക്കുറിച്ച്, സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള എഴുത്തുകാരിയാണ്. അപ്പോൾ മാധവിക്കുട്ടി ആവിഷ്കരിക്കുന്ന ജീവിതങ്ങൾ പലപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞിട്ടുള്ള ജീവിതങ്ങളാണ്. അല്ലെങ്കിൽ സ്നേഹത്തെ തേടി അലയുന്നവരെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ ഒരുപാട് കൃതികൾ അല്ലേ, സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കൃതികളുടെ അല്ലെ സ്നേഹത്തെ തേടിയുള്ള അലയൽ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ കൃതികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് നമുക്ക് പറയാം അല്ലെ. വൻ നഗരങ്ങൾ പശ്ചാത്തലമാക്കി കഥകളിലും കവിതകളിലും ഒക്കെ ആഖ്യാനം നിർവഹിച്ചപ്പോൾ ആ രചനകൾ അനുവാചകനെ അല്ലെ, വായനക്കാരെയും എന്താണ് അധികം വിസ്മയിപ്പിച്ചിട്ടുള്ള കഥകളാണ് അല്ലെ. വ്യവസ്ഥിതിയോടും അതേപോലെ കപട സദാചാരത്തിനോടും ഒക്കെ കലഹിക്കാനുള്ള മനസ്സ് എപ്പോഴും മാധവിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു, മാധവിക്കുട്ടിയുടെ കഥകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം മറ്റൊരാൾക്കും അല്ലെ എന്താ പറയുക, അനുവർത്തിക്കാനും അത് കോപ്പിയടിക്കാനും അല്ലെ പിന്തുടരാനൊന്നും പറ്റാത്ത രീതിയിൽ എന്താണ് പുതിയ പുതിയ തരത്തിലുള്ള കഥാവഴികളിലേക്ക് അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് എഴുത്തുകാരുടെ ഒരു രചനാതന്ത്രം. അല്ലെങ്കിൽ അവരുടെ അത്ര മനോഹരമായ ഭാഷയിലാണ് അല്ലെ. ഇപ്പോൾ കോലാടാവട്ടെ, നെയ്പായസമാവട്ടെ, നഷ്ടപ്പെട്ട നീലാംബരി ആവട്ടെ, അങ്ങനെ ഒരുപാട്, ഒരു പക്ഷി കുഞ്ഞിൻ്റെ മരണം, ഇങ്ങനെ ഒരുപാട് കഥകൾ അല്ലെ മാധവിക്കുട്ടിയുടെ അത്രയും പ്രധാനപ്പെട്ട കഥകൾ. കുറച്ചു മണ്ണ് എന്ന് പറയുന്ന കഥ, അങ്ങനെ ഒരുപാട് കഥകൾ മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മാധവിക്കുട്ടിയുടെ കഥകളിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു അമ്മയാണ് അല്ലേ. നമ്മളുടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രം എങ്ങനെയാണ്, സ്നേഹത്തിൻ്റെയും അല്ലേ കാരുണ്യത്തിൻ്റെയും പരിഗണനയുടെയും ഒക്കെ എന്താണ് ആ ഒരു അല്ലേ, അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണ് ഇതിലെ കഥാപാത്രം. പക്ഷെ അവർക്ക് അത് ലഭിക്കാതെ പോവുകയാണ് അല്ലേ. ഏറ്റവും വാർദ്ധക്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രായമാവുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളെ, സ്നേഹമുള്ളവരെ അല്ലെ, മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് അല്ലേ. വാർദ്ധക്യം, അവർ റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ് അല്ലേ. അത് കാരണം മക്കൾക്ക് വേണ്ടി ഓടി ജീവിതം മുഴുവൻ തീർത്തിട്ടുള്ള രക്ഷിതാക്കൾ റെസ്റ്റ് എടുക്കുന്ന സമയമാണ് വാർദ്ധക്യകാലം. നമ്മൾ അവർ ഉത്തരവാദിത്തത്തോടുകൂടെ നോക്കേണ്ട സമയമാണ്. അപ്പോൾ ആ സമയത്തും ഈ അമ്മ എന്ത് ചെയ്യാണ്, പാടുപെട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും ഒക്കെ വേണ്ടി കൊതിക്കുകയും അല്ലേ, അതിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിനെയാണ് അമ്മ എന്ന് പറയുന്ന കഥയിൽ നമ്മൾ കാണുന്നത്. ചെറിയൊരു അപകടത്തിന് ശേഷം എന്ത് ചെയ്യാണ്, അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം അപരിചിതര് അവരെ അത്ഭുതപ്പെടുത്തുകയാണ് അല്ലേ. അപ്പോൾ ഓരോ ആളുകളും അമ്മയെ എന്ന് ഈ അമ്മേനെ വിളിക്കുകയാണ്. സ്വന്തം മക്കൾ അങ്ങനെ വിളിച്ചിട്ട് വർഷങ്ങളായി അല്ലേ. അപ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവരുടെ ഉള്ളറകളിൽ നിന്ന് ആ അമ്മ എന്ന് പറയുന്ന അല്ലേ അവരുടെ ആ ഒരു അസ്തിത്വം അല്ലെ, അവർ ഒറ്റപ്പെടേണ്ട വേദനയൊക്കെ എന്താണ് നമുക്ക് വളരെ പ്രകടമായ രീതിയിൽ നമുക്ക് കഥയിൽ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മക്കളുടെ സ്നേഹശൂന്യതയെ പറ്റി ഒരിക്കലും പരിഭവിച്ചിട്ടില്ലാത്ത അല്ലെ, എന്തുകൊണ്ട് എൻ്റെ മക്കളെ ഇങ്ങനെ എന്നെ നോക്കില്ല, എൻ്റെ മക്കൾ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഇങ്ങനെ യാതൊരു പരിഭവവും പറയാതെ തൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് അമ്മ എന്ന് പറയുന്നത്. താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു അല്ലേ, മക്കൾക്ക് വേണ്ടി താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു സംതൃപ്തിയിലാണ് അമ്മ ജീവിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു മാതൃത്വത്തെയാണ് അമ്മ എന്ന്, അല്ലാതെ എന്നെ നോക്കുന്നില്ല, എന്നെ വഴിയാതാരാക്കി, എനിക്ക് ആരുമില്ല, അങ്ങനെ വിലപിക്കുന്ന ഒരു അമ്മയല്ല. മറിച്ച് എന്താ ചെയ്യണേ ഈ അമ്മ, ഞാനൊക്കെ ചെയ്തു അല്ലെ, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, അവരെ വഴിക്ക് പോയി എന്ന് വിശ്വസിക്കുന്ന കൃതാർത്ഥയായിട്ടുള്ള ഒരു അമ്മയാണ്. അപ്പോൾ 20 പൈസയ്ക്ക് ഈ അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങി ഇങ്ങനെ അത്രയും അവശയാണ്, നടക്കാൻ പോലും വയ്യ ഈ അമ്മയ്ക്ക്. അങ്ങനെ നടന്നു വരുന്ന അമ്മയെ ഒരു കാർ ഇടിച്ചിടുകയാണ്. അപ്പോൾ അങ്ങനെ നിർത്താതെ ഓടിച്ചു പോവാണ് ഈ കാറ്. അപ്പോൾ ഒരു പാൽക്കാരനാണ് അമ്മേനെ കാണുന്നത്. അപ്പോൾ എന്ത് പറ്റി അമ്മയെ എന്നുള്ള, അദ്ദേഹത്തിൻ്റെ അമ്മ എന്നുള്ള വിളിയിൽ തന്നെ പാതി അസുഖം മാറി എന്നാണ് എഴുത്തുകാരി പറയുന്നത്. കാരണം അത്രയും കാലമായിട്ട് ആ വിളി കേട്ടിട്ടില്ല അല്ലെ, അമ്മ എന്ന് പറയുന്ന വിളി തൻ്റെ മക്കളിൽ നിന്ന് കേട്ടിട്ടില്ല. അപ്പോൾ 5-6 വർഷമായി അവർ ആ വിളി കേട്ടിട്ടെന്നാണ് പറയുന്നത് കഥയിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ അവരുടെ മക്കളൊക്കെ പുറം രാജ്യത്താണ്, നാട്ടിലൊന്നും അല്ല ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിളിക്കാൻ ആരുമില്ല അമ്മയ്ക്ക്, ആരുമില്ലാത്ത അനാഥത്വത്തിൻ്റെ അവസ്ഥയിൽ കഴിയുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഇതിലെ പാൽക്കാരൻ അല്ലെ, പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി വരുന്നത് പാൽക്കാരൻ, പോലീസ്, ടാക്സി ഡ്രൈവർ, ഡോക്ടർ, ഇവരൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് കഥാപാത്ര നിരൂപണത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ കഥയൊക്കെ ചോദിക്കുന്ന സമയത്ത് അതിൽ കഥാപാത്ര നിരൂപണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അമ്മയും കേട്ടോ, അമ്മയും ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണല്ലോ അല്ലേ. അമ്മ, നമ്മളുടെ ടാക്സി ഡ്രൈവർ, പാൽക്കാരൻ, ഇത്രയും കഥാപാത്രങ്ങൾ മേ ബി എന്ത് ചെയ്യാം
കഥാപാത്ര നിരൂപണത്തിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ടാക്സി ഡ്രൈവറാണ് ആദ്യം അമ്മയെ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അപ്പോൾ വീട്ടിലേക്ക് പിന്നീട് ആശുപത്രി കൊണ്ടുപോയി മരുന്നൊക്കെ കെട്ടിവെച്ച് അല്ലേ വീട്ടിലെത്തി അമ്മ ആലോചിക്കുകയാണ് അല്ലേ, താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞു അല്ലേ, ഇനി എന്താ ചെയ്യേണ്ടത്, അല്ലേ മക്കൾക്ക് വേണ്ടി തുണി അലക്കി കൊടുത്തു, അവരുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് വേണ്ട സിറ്റുവേഷൻസിലൊക്കെ അമ്മ കൂടെ നിന്നു അല്ലേ, അവരെ വളർത്തി വലുതാക്കി അല്ലേ, അവർക്ക് ഉന്നതമായിട്ടുള്ള ജോലി കൊടുത്തു, അവർക്ക് കുടുംബം ഉണ്ടാക്കി കൊടുത്തു അല്ലേ. ഇനി എന്താണ്, കുട്ടികളെ ശുശ്രൂഷിച്ചു അല്ലെ, അവരൊക്കെ എന്താണ് അച്ഛന്മാരായ കുട്ടികളായിരിക്കുമ്പോൾ അവർ തന്നെ സ്നേഹിച്ചിരുന്നു അല്ലെ. അത് ഓർത്തപ്പോൾ അമ്മ എന്ത് ചെയ്യാണ്, അവരും നിലത്ത് കിടന്ന് ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങളായ സമയത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്ത് ചെയ്തിരുന്നു, അവർക്ക് അമ്മയെ ആവശ്യമായിരുന്നു. അപ്പോൾ അതേക്കുട്ടി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് നെയ്പായസം എന്ന് പറയുന്ന കഥ അല്ലേ, നെയ്പായസം എന്ന് പറയുന്ന കഥ, അതേപോലെ കോലാട് എന്ന് പറയുന്ന കഥ. ഇതിലൊക്കെ ഈ പറയുന്ന അല്ലേ അമ്മ എന്ന് പറയുന്ന ബിംബത്തേക്കാൾ ഉപരി എന്താണ് ഇതിലൊക്കെ സ്ത്രീകൾ അല്ലെ അനുഭവിക്കുന്ന, വീടിൻ്റെ ഉള്ളിൽ അമ്മമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഈ കഥകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ അമ്മ എന്ന് പറയുന്ന കഥയിലും എന്താണ്, ഒരു അമ്മ അല്ലെ ആ അമ്മയുടെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ത്യജിച്ചാണ്. അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് എന്താണ്, അമ്മയെ ചേർത്ത് നിർത്താൻ ആരുമില്ലാത്തതിൻ്റെ ആ ഒരു അനാഥത്വത്തിൻ്റെ ശൂന്യതയാണ് എന്ത് ചെയ്യുന്നത്, കഥ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സ്നേഹശൂന്യത പുലർത്തുന്ന മക്കൾ എന്താണ് ഈ ലോകത്തിൽ അല്ലെ, അവരുടെ നിർദ്ധയത്വത്തിനും നന്ദികേടിനും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കഥ വളരെ ഞെട്ടലോടുകൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ കഥാപാത്രങ്ങൾ ചോദിക്കും, വാർദ്ധക്യത്തിലുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് ചിലപ്പോൾ എസ്സേ ആയിരിക്കാം, ഉപന്യാസമായിരിക്കാം, മുഖപ്രസംഗമായിരിക്കാം, പ്രഭാഷണമായിരിക്കാം, ഏത് രീതിയിലും നമുക്ക് 7 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാനുള്ളൊരു പാഠഭാഗം കൂടിയാണ് അല്ലെ. വാർദ്ധക്യത്തിലുള്ള വൃദ്ധരായ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇത്രയും ആണ് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇനി 5 മാർക്കിലൊക്കെ ചോദ്യങ്ങളുണ്ട്, പാഠഭാഗം നമുക്ക് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ലൈവുകളിൽ മെഗാ മാരത്തോൺ ലൈവ് നമുക്ക് ഇന്ന് രാത്രി 7:15 അപ്പോൾ അതൊക്കെ ടീച്ചർ ലൈവിൽ അല്ലേ സെറ്റാക്കി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ മക്കൾ ലൈവും ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ പാഠഭാഗം മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യാം, വീഡിയോസ് അല്ലേ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് ടീച്ചർ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സെറ്റല്ലേ, എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്. അപ്പോൾ നാളെ കൂടെ ഉള്ളൂ നമ്മളുടെ പരീക്ഷ. അപ്പോൾ ഇതിന്ന് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. നാളെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ എക്സാം എഴുതും അല്ലേടാ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ബൈ.